ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഹെയർ കട്ടും ബിയേഡും ഒക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് ആക്ച്വലി ഞാൻ കുറേ റെഫറൻസ് ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എനിക്കറിയാം ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഈ ഫോട്ടോ കാണിച്ചാലും അവരെന്നെ അരവിന്ദനാക്കി വിടുമെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും നമുക്കൊരു ട്രൈ ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ കുറേ ഫോട്ടോ ഒക്കെ നോക്കി. പക്ഷേ എനിക്കൊന്നും അങ്ങ് സെറ്റായി തോന്നണില്ല. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ചെന്നിട്ട് അയാൾ എന്തെങ്കിലും കാണിക്കട്ടെ, നമുക്ക് ലാസ്റ്റ് താടി എനിക്കിഷ്ടമുള്ള ഒരു രീതിക്ക് ചെയ്യണമെന്നുണ്ട്. അത് ഞാൻ മാക്സിമം പറഞ്ഞു നോക്കും. പക്ഷെ എനിക്ക് ഇന്നേ വരെ ഒരു ബാർബർ ഷോപ്പിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ ഒരു പാർലറിൽ ചെന്നിട്ടും എനിക്ക് ഇഷ്ടമുള്ള പോലെ എനിക്ക് ആരും വെട്ടി തന്നിട്ടില്ല. ഒരു പകുതി എന്താ പറയുക, നമ്മൾ വെട്ടി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ ഒരു പകുതി ഒക്കെ എത്തുമ്പോഴത്തേക്ക് അടിപൊളി, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതേല് പിന്നെയും വെട്ടി 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 ഒരു 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 കോലമാക്കി മാറ്റിയവർ. പക്ഷെ നമുക്ക് ഇത് മതി എന്ന് പറയണമെന്നുണ്ട്. പക്ഷെ അത് പറയാൻ പറ്റാത്തൊരു സാഹചര്യം എത്തുന്നത് അങ്ങനെയാണ് സാധാരണ ഞാൻ മുടി വെട്ടാൻ പോകുമ്പോഴത്തേക്ക്. എന്നിട്ട് ലാസ്റ്റ് എന്തെങ്കിലും അയാൾ കാണിച്ചു വെക്കട്ടെ എന്നുള്ള രീതിക്കാണ് സാധാരണ എത്താറുള്ളത്. അപ്പം ഇപ്രാവശ്യം അതൊക്കെ തന്നെ ആയിരിക്കും ആകാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ പുതുമയൊന്നും തോന്നുന്നില്ല. എന്തായാലും നമുക്കൊന്ന് ഒരു ട്രൈ ചെയ്ത് നോക്കാം. എന്താ പറയുക, ഇപ്പോൾ ഉള്ള ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് നീണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇത് കേളി ഹെയർ ആയതുകൊണ്ട് എനിക്കെന്തോ അത്ര ഒരു ഇഷ്ടമായി ഈ ഒരു ഹെയറിനോട് ഇപ്പം ഇല്ല. ഭയങ്കര പാടാണ്. ഒന്നാമത് ഡ്രൈ ഹെയർ ആണ്, പിന്നെ ഇപ്പം നല്ല രീതിക്ക് ഡാൻഡ്രഫും ഉണ്ട്. അപ്പം ഡാൻഡ്രഫിന് എന്തെങ്കിലും ചെയ്യണം. പിന്നെ ഈ ഒരു ഹെയർ ഒന്ന് എന്താ പറയുക, കട്ട് ചെയ്യണം, കുറച്ചൊന്ന് ലെങ്ത് കുറയ്ക്കണം. അതൊക്കെയാണ്. പിന്നെ ഇവിടെ സൈഡിലൊന്ന് ഫെയ്ഡാക്കിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇപ്പോഴത്തെ ആഗ്രഹങ്ങൾ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഇതെല്ലാം മാറും. അവിടെ ചെല്ലുമ്പോൾ അയാൾ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ഞാൻ ഇരുന്ന് കൊടുക്കും. മിക്കവാറും അതായിരിക്കും നടക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. എന്താവുന്നൊന്നും അറിയത്തില്ല. ഒട്ടും വൈകേണ്ട, നമുക്ക് വീഡിയോയിലിട്ടു. അപ്പോൾ ഗായ്സ്, ഞാൻ മുടി വെട്ടാൻ വേണ്ടിയിട്ട് പോയത് ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള സ്വിസ് ബ്യൂട്ടി സലൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സലൂണിലാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ ഇരിക്കാനായിട്ട് പറ്റി. എന്നിട്ട് അവിടെ ഇരുന്നതിന് ശേഷമാണ് ഞാൻ ഓർത്ത് എന്താണ് പുള്ളിയോട് പറയേണ്ടതെന്നുള്ളത്. എനിക്ക് ഹിന്ദി അറിയാം, പക്ഷേ എന്നാലും കൺവിൻസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്നിട്ട് പുള്ളിയോട് പറഞ്ഞു, ഞാൻ ഒരു ഫോട്ടോ കാണിച്ചു. എന്നിട്ട് ഈ 3 ഫോട്ടോസ് വേണ്ട ഞാൻ കാണിച്ചത്. അതിൻ്റെ അകത്ത് പുള്ളിക്ക് ഇഷ്ടമുള്ള ഏതാണോ അല്ലെങ്കിൽ എൻ്റെ തലയ്ക്ക് ചേരുന്ന ഏതാണോ അത് പുള്ളിയോട് വെട്ടിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു പുള്ളിയായിരുന്നു കേട്ടോ വെട്ടിയത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്കൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് തന്നിട്ട് ആ ഒരു ഫോട്ടോയുടെ റെഫറൻസ് വെച്ചിട്ടാണ് പുള്ളി വെട്ടി തന്നത്. എന്തായാലും അവസാനത്തെ ഇത് എങ്ങനെയായിരുന്നു, അതായത് ഫൈനൽ ലുക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പ് ഇതായിരുന്നു കേട്ടോ ഇത് ആക്ച്വലി ശരിക്കും മുടി വെട്ടി കഴിഞ്ഞിട്ടുള്ളൊരു ലുക്കാണ്. ഇതാണ് ശരിക്കും ഞാൻ മുടി വെട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഇത് ലാസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ഒരു ഫൈനൽ ലുക്ക് ഉണ്ടാവുമല്ലോ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ വെട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു എൻ്റെ തലയിൽ ഒരുപാട് ഡാൻഡ്രഫ് ഉണ്ട്. അപ്പോൾ ഡാൻഡ്രഫിന് ഉള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എന്തായാലും ഇവിടം വരെ വന്നാലേ എന്നാൽ പിന്നെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചെന്നാൽ അങ്ങനെ ഡാൻഡ്രഫിനുള്ള ട്രീറ്റ്മെൻറ്റ് കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സ്പാ കൈൻഡ് ഓഫ് തിങ് ആണ് കേട്ടോ. എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാനിത് ആക്ച്വലി ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്നേരത്തെ ഞാൻ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്താകും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ വീഡിയോ ഒക്കെ എടുക്കണോ വേണ്ടോ, ഞാനൊരു ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ എന്താ പറയുക, ഒരു ഇൻട്രോവേർട്ടും അല്ല എക്സ്ട്രോവേർട്ടും അല്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു ആളാണ്. എനിക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ക്യാമറയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ പുള്ളി ഭയങ്കര കോപ്പറേറ്റീവ് ആയതുകൊണ്ട് പുള്ളി പറഞ്ഞു വീഡിയോ എടുത്തോ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ധൈര്യം, ഓക്കെ ശരി എന്നാൽ വീഡിയോ എടുക്കുക എന്നുള്ള രീതിക്ക് അങ്ങനെയാണ് ഞാൻ ഇത്രയെങ്കിലും വീഡിയോ എടുക്കുന്നത്. എന്നിട്ടും കൊണ്ട് ഒരു ക്യാമറയുടെ ആംഗിളൊക്കെ ഞാനിങ്ങനെ ആരും കാണാത്ത രീതിയിലേക്ക് പിടിച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ആദ്യം ഒരു ക്രീം പോലത്തെ ഒരു സംഭവം ഇട്ട് തലയിൽ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്തു വന്നു. അതിനുശേഷം വീണ്ടും ഈ ഒരു ക്രീം തൂക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പിന്നെ ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു, വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. ആദ്യം ഹെയർ വാഷ് ചെയ്തായിരുന്നു കേട്ടോ. ആദ്യം ഹെയർ വാഷ് ചെയ്തിട്ട് വന്നതിന് ശേഷമാണ് ഒരു ക്രീം ഇട്ടത്. ആ ഒരു ക്രീം ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രീമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ചെയ്യുന്നതും ഇപ്പോൾ ഹെഡ് മസാജാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഹെഡ് മസാജ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ക്രീം ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്രീം എന്തിനുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നത് ഡാൻഡ്രഫിനുള്ളത് തന്നെ ആയിരിക്കണം എന്നാണ്. പിന്നെ ഇവിടുത്തെ മസാജ് അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മസാജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷനാണ്. പിന്നെ എന്നിട്ട് തലയിൽ ഈ ഒരു സാധനമൊക്കെ വെച്ച് കേട്ടോ. ഇതൊരു സ്റ്റീമറാണ്. അപ്പോൾ ഇത് വെക്കുമ്പോഴത്തേക്കും ഭയങ്കര ചൂടാണ് കേട്ടോ. മീൻസ് സ്റ്റീമർ വെക്കുമ്പോൾ അങ്ങനെയാണല്ലോ. പക്ഷേ
ആദ്യം ഞാൻ വിചാരിച്ച ഓക്കെ നല്ല രസമുണ്ട് ഇതാണ് പിന്നെ കൂട്ടി ചൂടൊക്കെ കൂടി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ ഇതൊന്ന് വേഗം ഒന്ന് എടുത്ത് മാറ്റിയിരുന്നെങ്കിൽ എന്നുള്ളൊരു സെറ്റപ്പ് ആയിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഇതുപോലത്തെ ഒരു സ്റ്റീമറിൻ്റെ അതുകൊണ്ട് തല വെക്കുന്നത്. എനിക്കൊരു എന്തോ എനിക്ക് ഭയങ്കര എന്തോ പോലത്തെ ഒരു ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് പെട്ടെന്ന് തന്നെ ചെയ്തു കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് വെച്ചെടുത്ത കുറച്ച് ക്ലിപ്പുകളാണ്, അപ്പം അത് കളയാൻ തോന്നുന്നില്ല ഞാൻ, അതുകൊണ്ട് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ചുമ്മാ കുത്തിക്കയറ്റി. അതിനുശേഷം ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്, ഈ നടുക്ക് കാണുന്നത്. ഇത് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആക്ച്വലി ഞാൻ ആദ്യം വിചാരിച്ച അവിടെ വെച്ച് കണ്ടപ്പോഴത്തേക്ക് എനിക്കെന്തോ കറക്റ്റ് അരവിന്ദ് ലുക്കായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ റൂമിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഓക്കെ ഇത് സെറ്റാണെന്നുള്ളൊരു ഇതാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ.